ഹായ് ഡിയോസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ഒന്ന് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു ബിസിനസ്സിൻ്റെ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ട്, ജ്വല്ലറി മേക്കിങ്ങോ ഹെയർ ബോ മേക്കിങ്ങോ ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്, ഒരുപാട് പേര് നമ്മളോട് എൻക്വയറി ചെയ്യുന്നുണ്ട് പാക്കിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്നുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നെറ്റ്വർക്കിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് കാറ്റലോഗ് ലോഡ് ആവാറില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും കാറ്റലോഗിൽ കാണിക്കാത്തത്. അതുകൊണ്ട് എന്താ പറയുക, ഡിസ്പ്ലേ ഐറ്റംസ് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് പാക്കിംഗ് കവേഴ്സ് വരുന്നത് ഇതുപോലെയാണ്. ഇതുപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കിത് ഇതിനകത്ത് ഐറ്റംസ് ഇവിടെ വരുമ്പോൾ അത് ഡിസ്പ്ലേ ആകും. ഓക്കെ, അതിനുശേഷം ഈ ഒരു കവർ എടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊരു നിങ്ങൾ അലിഗേറ്റർ അതല്ലാന്നുണ്ടെങ്കിൽ ടിക്ടാക്കൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. കുഞ്ഞ് ബാങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ചെറിയ കുട്ടികളുടെ ബ്രേസ്ലെറ്റ് ആണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് സെൻറ്റർ ക്ലിപ്പ് ഉണ്ടല്ലോ, സെൻറ്റർ ക്ലിപ്പ്, ബാരറ്റ് ക്ലിപ്പ് എന്നൊക്കെ പറയില്ലേ, അത് പാക്ക് ചെയ്യേണ്ട ഒരു അളവിന് വരുന്നതാണ് കേട്ടോ. ഇത് വലിയ ടൈപ്പ് ക്ലിപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തും പാക്ക് ചെയ്യാം. ഇതും ബാക്ക് സൈഡിൽ ഈ ഒരു വൈറ്റ് കോട്ടിങ് വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ തന്നെ വേറെ അളവ് വരുന്നത് നമ്മുടെ ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, കുറച്ച് വലിയ ടൈപ്പ് ഹെവി ബ്രേസ്ലെറ്റ്സ് ഒക്കെ പാക്ക് ചെയ്യാൻ ഇത് അതിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ളൊരു ടൈപ്പ് കവറാണ് കേട്ടോ. ഇത് ബ്രേസ്ലെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഹെയർ ബോ പാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ആ ഒരു ടൈപ്പിലുള്ളത് അവൈലബിൾ അല്ല. നിങ്ങളിപ്പോൾ ഹെയർ ബോയോ അല്ലെങ്കിൽ മാല, കമ്മൽ, ബ്രേസ്ലെറ്റ് ഒക്കെ സെറ്റ് നിങ്ങൾ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി തിന്നായിട്ടുള്ള കവറാണ് കേട്ടോ. ഈ ഒരു കവറിനകത്ത് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല വലിപ്പം വരുന്ന ഒരു ടൈപ്പ് കവറാണ്. പിന്നെ ഡിസ്പ്ലേ ഐറ്റംസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതേ ഈ ഒരു ഇയറിങ്ങിൻ്റെ കാർഡ് 10 പീസിന് 15 രൂപ റേറ്റ് വരുന്നത് കേട്ടോ. ഈ ഒരു ഗോൾഡൻ ഷൈനിങ്ങിൽ വരുന്ന ഇയറിങ്ങിൻ്റെ കാർഡ് അവൈലബിൾ ആണ്. 10 പീസ് 15 രൂപ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ സെൻറ്റർ ക്ലിപ്പും അതുപോലെ തന്നെ അലിഗേറ്റർ ക്ലിപ്പൊക്കെ നിങ്ങൾക്ക് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് ഇത് ഈ ഒരു കാർഡ്, ഈ ഒരു ഫാഷൻ പ്രിൻറ്റിങ് അല്ല, ഈ ഒരു കാർഡ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സെൻറ്റർ ക്ലിപ്പും അലിഗേറ്റർ ക്ലിപ്പൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതെനിക്ക് തോന്നുന്നു ഒരു പീസിന് 3 രൂപ തോന്നുന്നു റേറ്റ് വരുന്നത്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, 3 രൂപ തോന്നുന്നു റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ അതല്ലാതെ കൊറിയർ കവേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. കൊറിയർ കവേഴ്സ് ഇത് ഈ ഒരു ടൈപ്പിൽ വരുന്ന, നിങ്ങൾക്ക് കൊറിയർ അയക്കാൻ ആവശ്യമായിട്ടുള്ള ഈ ഒരു കവർ വലിയ ടൈപ്പ് സ്റ്റോക്ക് അവൈലബിൾ അല്ല. 6x8ഉം 8x10ഉം അവൈലബിൾ ആണ് കേട്ടോ. ഒരു പീസിന് 4 രൂപ ടു 10 രൂപ 5 രൂപ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഐറ്റംസ് ആവശ്യമുള്ളവർ താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. താങ്ക്